ഉദാഹരണങ്ങൾ വേർതിരിക്കാം. യുംബിതു അൻഅംത അലൈഹിം കിറാമിൻ ബററ മിർ റസൂൽ ഫീ കിതാബിൻ മുബീൻ അൻതും അദ്നിൻ തജ്രി ഫീ ജന്നത്തിൻ ആലിയ. ഇതിൽ ഇൽഹാർ വന്നതും ഇഖ്ലാബ് വന്നതും വേർതിരിച്ചേതോ? ഒന്ന് അൽ ഇൽഹാർ അൻഅംത അലൈഹിം, സാക്കിനായ നൂനിന് ശേഷം ഐന് വന്നു അൻഅംത. രണ്ട് ഫി ജന്നത്തിൻ ആലിയ, തെൻവീനിന് ശേഷം ഐന് വന്നു, അപ്പോൾ അത് രണ്ടും ഇൽഹാറാണ്. രണ്ടാമത്തത് അൽ ഇഖ്ലാബ്, സാക്കിന നൂനിന് ശേഷം അല്ലെങ്കിൽ തെൻവീനിന് ശേഷം ബാ വന്നാൽ ഇഖ്ലാബാണ്. നോക്കാം. അൽ ഇഖ്ലാബ് യുംബിതു, കണ്ടില്ലേ? സാക്കിന നൂനിന് ശേഷം ബാ വന്നത്. ഇപ്പം നൂനിനെ മീമാക്കിയിട്ട് ഓതണം. കിറാമിൻ ബററ, തെൻവീനിന് ശേഷം ബാ വന്നു. അപ്പം അതങ്ങനെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇഖ്ലാബിൻ്റെ അവിടെ ഒരു ചെറിയ മീം നമുക്ക് ഖുർആനിലൊക്കെ കാണാം. അത് കണ്ടാൽ നമ്മൾ ഉറപ്പിക്കാം അത് ഇഖ്ലാബാണെന്നുള്ളത്. ഓക്കെ. മൂന്നാമത്തത് ഇദ്ഗാമും ബിഗുന്ന, ഗുന്നത്തോടു കൂടി ഇദ്ഗാം ചെയ്യണം. ഫീ കിതാബിൻ മുബീൻ, തെൻവീന് ശേഷം അല്ലെങ്കിൽ സാക്കിന നൂൻ ശേഷം 4 അക്ഷരങ്ങൾ വന്നാൽ ഇദ്ഗാം ബിഗുന്നയാണ്. യാ, മീമ്, വാവ്, നൂന്, യമൂന എന്ന് ചുരുക്കി പറയാം. അപ്പോൾ ഇവിടെ കിതാബിൻ എന്നതിലെ തെൻവീന് ശേഷം മീമ് വന്നു, അപ്പോൾ അവിടെ ഇദ്ഗാം ബിഗുന്നയാണ്. മീമിന് ഇപ്പോൾ തെൻവീന് ശേഷം മീമിന് ശബ്ദ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് ഉന്നത്ത് ചെയ്യണമെന്നുള്ള ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഉന്നത്തുണ്ടാകുമ്പോൾ അവിടെ ഇദ്ഗാം കൂട്ടി വായിച്ചാൽ ഇദ്ഗാം ബിഗുന്ന എന്ന ഓർമ്മ പെട്ടെന്ന് മനസ്സിലുണ്ടാക്കിയെടുക്കണം. 4 ഇദ്ഗാമു ബിലാ ഗുന്ന, ഉന്നത്തില്ലാതെ ഇദ്ഗാം ചെയ്യൽ. 2 അക്ഷരങ്ങളാണ് ഉന്നത്തില്ലാതെ ഇദ്ഗാം ചെയ്യുന്നതിന്. സാക്കീനായ നൂനിനും തെൻവീനും ശേഷം ഒന്ന് റാ വരാ അല്ലെങ്കിൽ ലാമ് വരാ. ഇവിടെ സാക്കിനായ നൂനിന് ശേഷം റാ വന്നു, അപ്പോൾ അത് ബിലാ ഗുന്നയാണ്. 5 ഇഖ്ഫാ, അൻതും അദ്നിൻ തജ്രി, സാക്കിനായ നൂനിന് അല്ലെങ്കിൽ തെൻവീന് ശേഷം 15 അക്ഷരങ്ങൾ വന്നാൽ ഇഖ്ഫാ ആണ്. 15 അക്ഷരങ്ങൾ എളുപ്പമാണ്, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ശരിക്ക് ശരി നൽകാം. 1 ഇഖ്ഫാഇൻ്റെ അക്ഷരങ്ങൾ 15 ആണോ 18 ആണോ? 15 ആണ്. 2 ഇദ്ഗാമും ബിഗുന്ന, ശബ്ദോട് കൂടി മണിക്കൽ എന്നാണോ മണിക്കാതെ ശബ്ദ ചെയ്യണം എന്നാണോ? ശബ്ദോട് കൂടി മണിക്കൽ. 3 ഇഖ്ഫാ, തരിമൂക്കിലേക്ക് മറച്ച് മണിക്കണം എന്നാണോ മീമായി മറിച്ച് മണിക്കണം എന്നാണോ? തരിമൂക്കിലേക്ക് മറച്ച് മണിക്കൽ. 4 മണിക്കൽ ഉണ്ടാവുന്നത് തരിമൂക്കിൽ നിന്നാണോ തലച്ചോറിൽ നിന്നാണോ? തരിമൂക്കിൽ നിന്നാണ് മണിക്കൽ ഉന്നത്തുണ്ടാകുന്നത്. 5 സുക്കൂൻ വരികയില്ല. ഇവിടെ പദത്തിൻ്റെ അവസാനത്തിലാണോ പദത്തിൻ്റെ തുടക്കത്തിലാണോ സുക്കൂൻ വരാത്തത്? പദത്തിൻ്റെ തുടക്കത്തിൽ. 6 മണിക്കേണ്ടുന്ന ഹർഫുകൾ മീമും താഉമാണോ മീമും നൂനുമാണോ? ഏത് ജോഡിയാണ് അതിൽ ശരിയായ ജോഡി? മീമും നൂനുമാണ്. പൂർത്തിയാക്കാം. 1 കലിമത്തിൻ്റെ അവസാനത്തിൽ മാത്രമേ തെൻവീൻ ഉണ്ടാവൂ. 2 ജൗഫ് എന്നത് കൊണ്ട് വായയുടെ ഉൾഭാഗമാണ് ഉദ്ദേശിക്കുന്നത്.
3. തരിമൂക്കിന് അറബിയിൽ പറയുന്നത് ഖൈശൂം എന്നാണ്. 4. മണിക്കുന്നതിന് അറബിയിൽ പറയുന്നത് ഉന്നത്ത് എന്നാണ്. 5. വിശുദ്ധ ഖുർആൻ ഇതര ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ കാലത്തേക്കും അനുയോജ്യമാണ്. ഉത്തരം എഴുതാം. 1. ഖുർആൻ പഠിക്കേണ്ടത് എങ്ങനെയാണ്? ഉസ്താദ് ഓതുന്നത് കണ്ടും കേട്ടുമാണ് ഖുർആൻ പഠിക്കേണ്ടത്. 2. മഖ്റജ് എന്ന് പറയുന്നത് എന്തിനാണ്? അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങൾക്കാണ്. 3. അഖ്സൽ ഖൽഖ് എന്ന് പറയുന്നത് എന്തിനാണ്? തൊണ്ടയുടെ താഴെ അറ്റത്തിന്. 4. നാവിൽ നിന്ന് 10 സ്ഥാനങ്ങളിൽ നിന്നായി എത്ര അക്ഷരങ്ങൾ പുറപ്പെടുന്നു? അതായത് നാവിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? 18 എത്രയാണ് എന്നുള്ളത്. 18 അക്ഷരങ്ങളാണ്. അപ്പോൾ അതിന് എളുപ്പത്തിൽ പഠിക്കാൻ നമ്മളെ മക്കൾക്ക് പഠിപ്പിച്ചെടുക്കുന്ന ഒരു സൂത്രവാക്യമുണ്ട്. പഖജ ശയവ തദത്ത ലിരിസി വ്യക്തമാക്കാം. 1. റാഇൻ്റെ മഖ്റജ്, നാവിൻ്റെ തലയുടെ മുതുക്കും മേലെ മുൻപല്ലിൻ്റെ ഊനും. 2. വമ്മിനെ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരം വാവ്. 3. താഴെ കൊടുത്തവയിൽ ഇല്ലാത്ത ഇഖ്ഫാഇൻ്റെ അക്ഷരങ്ങൾ എഴുതാം. അവിടെ കൊടുത്തിട്ടുള്ള അക്ഷരങ്ങളിൽ ഇനിയും 4 അക്ഷരങ്ങൾ കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ അവിടെ ഇല്ലാത്ത 4 അക്ഷരങ്ങൾ വായിക്കാം. ലാ, ഫ, ഖാഫ്, കേഫ്.